സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പാർട്ട് വീഡിയോ നാച്ചുറൽ കോമ്പറ്റീഷൻ പ്രപ്പിന്റെ 5 ഡേയ്സ് നമ്മൾ 6 kg കുറച്ച് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അവിടെ നേരെ നമ്മൾ വെന്യൂവിൽ പോയി രജിസ്ട്രേഷൻ ചെയ്തു, ബ്ലഡ് സാമ്പിൾ കൊടുത്തു, വെയിങ് കഴിഞ്ഞു, ഡോക്ടറിനെ കണ്ടു, ഡോക്ടർ കുറെ ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ചു. ഫോണിൽ സ്റ്റോറേജ് ഇല്ലായിരുന്നു, പിന്നെ കുറച്ച് പരിപാടി കൊണ്ടുവന്ന് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ നമ്മൾ നെക്സ്റ്റ് കോമ്പറ്റീഷൻ ഡേയുടെ വ്ളോഗാണ് എടുത്തത്. നേരെ രാവിലെ തന്നെ കോമ്പറ്റീഷൻ വെന്യൂ എത്തിയായിരുന്നു. ആരും ഒന്നും തുടങ്ങിയിട്ടില്ല, നോക്കിയപ്പോൾ സ്റ്റേജൊക്കെ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. സ്റ്റേജൊക്കെ നല്ല വലിയ സ്റ്റേജ് ആയിരുന്നു. ആഫ്റ്റർനൂണൊക്കെ ഇപ്പോൾ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ട്രങ്ക് നമ്പർ മേടിച്ചായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് കാമായിട്ടിരിക്കുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നടക്കാതെ പോയി. ബോഡിയിലേക്ക് ടാനിനെ കുറിച്ച് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായി, പിന്നെ അതിനുവേണ്ടി ഓട്ടങ്ങളായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കാറ്റഗറി ടൈം ആയിരുന്നു. റഷ് ആയിട്ട് എല്ലാം പെട്ടെന്ന് ടാൻ ചെയ്തു. പമ്പ് ചെയ്യുമ്പോൾ നേരെ ടൈം കിട്ടിയില്ലായിരുന്നു. ഫസ്റ്റ് നമ്മുടെ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ആയിരുന്നു. 55 kg ആയിരുന്നു കാറ്റഗറി. എന്റെ ഫസ്റ്റ് ചെയ്യുന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്കില്ലായിരുന്നു. ഫുൾ ചാമ്പ്യൻ മെന്റാലിറ്റി ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞാൽ വിന്നർ ലോസ് നമ്മൾ ഫുൾ പൊട്ടൻഷ്യൽ നമ്മളോട് കാണിച്ചിരിക്കുന്ന മൈൻഡ് സെറ്റോടെ തന്നെ ഞാൻ നിന്നത്. സെക്കൻഡ് പൊസിഷനോട് കമ്പാരിസൺ ഞാനുണ്ടായിരുന്നു. പോസിന്റെ പോരായ്മ ഉള്ളതുകൊണ്ട് എനിക്ക് തേർഡാണ് കിട്ടിയത്. റിയലി പ്രൗഡ് ബിക്കോസ് 5 ദിവസം കൊണ്ടാണ് ഞാൻ പോസിംഗ് പഠിച്ചെടുത്തത്. സോ താങ്ക്ഫുൾ ടു ഗോഡ് ഹാർഡ് വർക്കിനുള്ള പ്രൈസ് തന്നതിന്. നെക്സ്റ്റ് നമ്മുടെ മെയിൻ കാറ്റഗറി മെൻസ് ഫിസിക് ആയിരുന്നു. ദിസ് ഈസ് ദ പേഴ്സൺ എന്നെ കോമ്പറ്റീഷൻ ഇറങ്ങാൻ വേണ്ടി പുഷ് ചെയ്തതും എന്നെ 5 days ഗൈഡ് ചെയ്തതും ഒക്കെ ഷെറൂഫായിരുന്നു. അതുപോലെ തന്നെ എന്നെ ഒപ്പം എന്നെ കുറേ പേര് സഹായിച്ചിട്ടുണ്ട്. കുറേ പേര് എന്റെ മെസ്സേജിലൂടെ എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും നന്ദി. നമ്മുടെ പോസിംഗിൽ ഗൈഡ് ചെയ്ത ആനന്ദ് റോയും ഉണ്ടായിരുന്നു കൂടെ. ഈ ടൈം നമുക്ക് പമ്പ് ചെയ്യാനൊക്കെ നല്ല സമയം കിട്ടിയായിരുന്നു. മാക്സിമം പമ്പ് ചെയ്തായിരുന്നു. ജസ്റ്റ് പോസിംഗ് ഒക്കെ ജസ്റ്റ് ഫോക്കസ് ചെയ്തു. അങ്ങനെ കോമ്പറ്റീഷൻ ടൈമായി സ്റ്റേജിൽ കയറി. സെയിം മെന്റാലിറ്റി, നെവർ ഗിവ് അപ്പ് മെന്റാലിറ്റി, മാക്സിമം പോസ് ചെയ്തു. നമ്മുടെ എക്സ്ട്രീം പൊട്ടൻഷ്യൽ 5 ദിവസം കൊണ്ട് കഷ്ടപ്പെട്ടതിന്റെ എല്ലാം ദേഷ്യവും തീർന്നു പറയാൻ. ഫിസിക്കലി നമുക്ക് തേർഡ് അടിച്ചായിരുന്നു. എനിക്കിതിൽ പറയാനുള്ളത് ലൈഫിൽ റിസ്ക് എടുക്കാതെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ എത്രത്തോളം നമ്മൾ എക്സ്ട്രീം ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ റിസൾട്ട് കിട്ടി. എന്തെങ്കിലുമൊക്കെ ആഗ്രഹം കൊണ്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. റിസൾട്ട് എന്തോ ആവട്ടെ, എക്സ്ട്രീം ഹാർഡ് വർക്ക് ചെയ്യുക. റിസൾട്ട് ഫെയിലർ ആണെങ്കിൽ കൂടി നമുക്ക് ഓരോ ഫെയിലറിലും നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. സോ പ്രോഗ്രസ് വിൽ ബി സ്ലോ. അതുകൊണ്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഞാനും എന്റെ അടുത്ത ലക്ഷ്യത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു.